ഒരു നഗരസഭ, 7 ഗ്രാമപഞ്ചായത്തുകൾ, 263 പോളിംഗ് സ്റ്റേഷനുകൾ, 2,32,384 വോട്ടർമാർ. പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയോര കർഷക മേഖലയായ നിലമ്പൂരിന്റെ നേരിയ ചിത്രം തെളിയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 3 മാസക്കാലമായി രാഷ്ട്രീയം ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട നിയമസഭാ മണ്ഡലം ഒരുപക്ഷെ വേറെ കാണില്ല. രാഷ്ട്രീയ ചുവടുമാറ്റം, ചേരിതിരിവ്, ഭിന്നിപ്പ്, അവഗണന, കൂട്ടിച്ചേർക്കൽ, കൂടിച്ചേരൽ, സാമുദായിക ധ്രുവീകരണം, സൈബർ ആക്രമണം, അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ രാഷ്ട്രീയ അധ്യായങ്ങൾ തുറക്കപ്പെടുന്ന നിലമ്പൂരിൽ ആര് വാഴും ആര് വീഴും എന്നതിന് സ്വാഭാവികമായും കൗതുകം അല്പം കൂടും. ഇക്കാര്യത്തിൽ 3 മുന്നണികളും ഒപ്പം PV അൻവറും സ്വന്തം നിലയിൽ വിശകലനങ്ങൾ നടത്തിവരുന്നുമുണ്ട്. 4 കൂട്ടരുടെ കണക്കുകളിൽ തങ്ങൾക്ക് ഹിതമായ മാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിലമ്പൂരിന്റെ യഥാർത്ഥ മനസ്സറിയാൻ അല്പം പാടാണ്. ജൂൺ 23-ന് മുന്നോടിയായി തന്നെ വിജയക്കാറ്റ് ഏത് ദിശയിലേക്ക് എന്നറിയണമെങ്കിൽ നിലമ്പൂരിനെ കീറി മുറിച്ച് പരിശോധിക്കണം. അതിന് 7 പഞ്ചായത്തിലായി വ്യാപിച്ചു കിടക്കുന്ന സാമുദായിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. കണക്കുകൾക്കും രാഷ്ട്രീയ നീതിക്കും ആരോട് പത്യം. UDF കുത്തകയായി കരുതിയിരുന്ന നിലമ്പൂർ അസംബ്ലി മണ്ഡലം 2016-ലെ ഇടത് തരംഗത്തിൽ LDF-നൊപ്പം ചേർന്നുകൊണ്ടാണ് താൻ നിഷ്പക്ഷനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇനി ഒന്നുകൂടി ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ 1965-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ മണ്ഡലം ചുവന്നു. K. കുഞ്ഞാലിയിലൂടെ മണ്ഡലം ഇടതിനൊപ്പം നിന്നു. നിയമസഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കാനായി കഴിഞ്ഞില്ല. 1967-ലെ തെരഞ്ഞെടുപ്പിൽ K. കുഞ്ഞാലിയെ തന്നെ വോട്ടർമാർ വീണ്ടും തെരഞ്ഞെടുത്ത് അയച്ചു. അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ശ്വാസമെടുപ്പായി മാറിയ കുഞ്ഞാലി അതോടെ ചൂഷകരുടെ കണ്ണിലെ കരടായി. 1969-ൽ കുഞ്ഞാലിയുടെ അരുംകൊലയ്ക്കാണ് പിന്നീട് മണ്ഡലം സാക്ഷിയായത്. നിലമ്പൂരിന്റെ ആദ്യ MLA വെടിയേറ്റ് മരിച്ചു. തുടർന്ന് 1970-ൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. UDF സ്ഥാനാർത്ഥി MP ഗംഗാധരൻ വിജയം നേടി. 1971-ലും 77-ലും വലതിനൊപ്പം നിന്നു മണ്ഡലം. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 2,32,384 ആണ്. 1,13,486 പുരുഷ വോട്ടർമാരും 1,18,889 സ്ത്രീ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഉള്ളത്. പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 263 ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ ലിംഗാനുപാതം 1000 പുരുഷന്മാർക്ക് 1048 സ്ത്രീകൾ എന്നതാണ്. അന്തിമ പട്ടികയിൽ 374 പ്രവാസി വോട്ടർമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61,660 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ UDF-ന് ലഭിച്ചത്. UDF-ന് 1,03,862 വോട്ടും, LDF സ്ഥാനാർത്ഥിക്ക് 42,202 വോട്ടും, NDA സ്ഥാനാർത്ഥിക്ക് 10,725 വോട്ടും, മറ്റുള്ളവർക്ക് 1,045 വോട്ടും ലഭിച്ചു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2,700 വോട്ടിന്റെ ഭൂരിപക്ഷം LDF-ന് ലഭിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 1,73,443 വോട്ടിൽ ഏകദേശം 75.20% വോട്ടിൽ 81,227 വോട്ടുകൾ, അതായത് ഏകദേശം 46.83% വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിക്ക് 78,527, അതായത് 45.28% വോട്ടും, NDA സ്ഥാനാർത്ഥിക്ക് 8,595, അതായത് 4.96% വോട്ടും, മറ്റുള്ളവർക്ക് 5,094 വോട്ടുകളും ലഭിച്ചു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പോൾ ചെയ്തത് 1,61,329 വോട്ടുകളാണ്. ആ വോട്ടിൽ 99,325 വോട്ട് രാഹുൽ ഗാന്ധിക്കും 42,962 വോട്ട് LDF സ്ഥാനാർത്ഥിയായ ആനി രാജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥിയായ K. സുരേന്ദ്രന് 17,520 വോട്ടും ലഭിച്ചു. 1,522 വോട്ട് വിവിധ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും നോട്ടയ്ക്കുമായി ലഭിച്ചു. രാഹുൽ ഗാന്ധിക്ക് 56,363 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്. 2019-നേക്കാൾ 5,297 വോട്ട് കുറഞ്ഞുവെന്നും വേണമെങ്കിൽ പറയാം. ഇനി നിലമ്പൂരിലെ പഞ്ചായത്തുകൾ പറയുന്ന കണക്കുകൾ പരിശോധിക്കാം. നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇപ്പോഴും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ ബ്ലോക്കിലാണ് 114.38 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമപഞ്ചായത്തിന് 23 വാർഡുകളാണ് ഉള്ളത്. കിഴക്കേ അതിർത്തിയിൽ തമിഴ്നാട് സംസ്ഥാനവും കരുളായി പഞ്ചായത്തും, പടിഞ്ഞാറേ അതിർത്തിയിൽ എടക്കര, ചുങ്കത്തറ, മൂത്തേടം പഞ്ചായത്തുകളും, തെക്ക് കരുളായി, മൂത്തേടം പഞ്ചായത്തുകളും, വടക്ക് തമിഴ്നാട് സംസ്ഥാനവും ചുങ്കത്തറ പഞ്ചായത്തുമാണ് ഉള്ളത്. ഇനി പഞ്ചായത്തിൽ നിലവിൽ UDF ആണ് ഭരണത്തിലുള്ളത്. പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനുമാണ്.
കോൺഗ്രസിന് മേൽക്കൈ ഏറെയുള്ള ഒരു പഞ്ചായത്താണ്. അതേസമയം തന്നെ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനവും ഇതേ പഞ്ചായത്തിലുണ്ട് എന്ന സവിശേഷതയും ഉണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് ലഭിച്ചത് 13,471 വോട്ടുകളാണ്. VV പ്രകാശിന് ലഭിച്ചത് 13,431 വോട്ടുകളും. അതായത് വിജയം നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമായിരുന്നു. ഇപ്പോൾ LDFന്റെ പ്രതീക്ഷ ഇതേ നേരിയ ഭൂരിപക്ഷ വോട്ടിലെങ്കിലും വിജയിക്കുക എന്നതാണ്. 2021 കേവലം 31 വോട്ട് മാത്രം വഴിക്കടവിൽ നേടിയിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് 1367 ഇത്തവണത്തെ NDA സ്ഥാനാർത്ഥി ശക്തനല്ലാത്തതിനാൽ തന്നെ ഈ വോട്ടുകൾ ഭിന്നിക്കും. ചിതറിപ്പോകുന്ന ഈ വോട്ടിൽ തന്നെയാണ് വഴിക്കടവിലെ നേരിയ വിജയ സാധ്യതയും. അടുത്തത് അമരമ്പലം. 140.15 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശവും സംരക്ഷിത വനമേഖലയാണ്. 1961 അമരമ്പലം ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായത്. 19 വാർഡുകളുണ്ട്. കിഴക്ക് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ല, കരുളായി പാലക്കാട് ജില്ലയിലെ പുതൂർ പഞ്ചായത്ത് എന്നിവ. പടിഞ്ഞാറ് നിലമ്പൂർ, മൂത്തേടം, വണ്ടൂർ പഞ്ചായത്തുകൾ. തെക്ക് വണ്ടൂർ, ചോക്കാട്, കരുവാരക്കുണ്ട്, പാലക്കാട് ജില്ലയിലെ പുതൂർ പഞ്ചായത്ത് എന്നിവ. വടക്ക് കരുളായി, മൂത്തേടം പഞ്ചായത്തുകൾ. ഇതാണ് അതിർത്തികൾ. രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ CPMനകത്ത് നിരവധി പാർട്ടി പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുന്നതാണ് അമരമ്പലം പഞ്ചായത്തിലെ സാധ്യത. പഞ്ചായത്ത് ഭരണം LDFനാണ്. M സ്വരാജിന് വ്യക്തിപരമായ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ്. 2016 2021 മികച്ച ലീഡ് ഉണ്ടായിരുന്നത് PV അൻവറിനുമാണ്. എന്നാൽ പഞ്ചായത്തിലെ പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഏത് നിലയിൽ തിരിച്ചടിക്കും എന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്നാലും M സ്വരാജിന് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ യഥാർത്ഥത്തിൽ LDFനുണ്ട്. അടുത്തത് ചുങ്കത്തറയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ ബ്ലോക്കിലാണ് 129.69 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമപഞ്ചായത്തിന് 20 വാർഡുകളാണ് ഉള്ളത്. കിഴക്ക് തമിഴ്നാട് സംസ്ഥാനവും എടക്കര, വഴിക്കടവ് പഞ്ചായത്തുകളും. പടിഞ്ഞാറ് മാറി കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി, തിരുവമ്പാടി പഞ്ചായത്തുകളുമുണ്ട്. വയനാട് ജില്ലയിലെ മുപ്പൈനാട് പഞ്ചായത്തുമുണ്ട്. തെക്ക് ചാലിയാർ, പോത്തുകല്ല്, ഊർങ്ങാട്ടിരി എന്നിവയും. അതേസമയം തന്നെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തും ഉൾപ്പെടുന്നു. വടക്ക് തമിഴ്നാട് സംസ്ഥാനവും വയനാട് ജില്ലയിലെ മുപ്പൈനാട് പഞ്ചായത്തും ഉൾപ്പെടുന്നു. CPMന്റെ അടിസ്ഥാന വോട്ടുകൾ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് ചുങ്കത്തറ. കുഞ്ഞാലിയുടെ അടുത്ത ആൾക്കാരായ ജനങ്ങൾ ഈ പഞ്ചായത്തിൽ വസിക്കുന്നുമുണ്ട്. CPMനുള്ളിൽ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല നേതാക്കളും CPMൽ നിന്ന് CPIയിലേക്ക് ചേക്കേറിയിട്ടുമുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നിലവിൽ CPM ഉള്ളത്. മാത്രമല്ല പഞ്ചായത്തിൽ ഷൗക്കത്തിനോട് വലിയ ശത്രുതയുണ്ട്. പഞ്ചായത്തിലെ കോൺഗ്രസുകാർ VS ജോയ് സ്ഥാനാർത്ഥിയായി വരും എന്ന പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഷൗക്കത്തിനോട് ശത്രുത എന്നത് ഇവിടുത്തെ പരസ്യമായ രഹസ്യം തന്നെയാണ്. ഈ വിരോധം പ്രതിഫലിച്ചു കഴിഞ്ഞാൽ ഷൗക്കത്ത് പിന്നിൽ പോകാൻ സാധ്യതയുണ്ട്. അതേസമയം PV അൻവറിനും ഏറെ പ്രതീക്ഷയുള്ള പഞ്ചായത്ത് തന്നെയാണ് ചുങ്കത്തറ. മാത്രമല്ല അൻവർ രാജിവെച്ചതിനെ തുടർന്ന് തദ്ദേശ സ്ഥാപനത്തിൽ ഭരണമാറ്റം സംഭവിച്ചത് ചുങ്കത്തറ പഞ്ചായത്തിലാണ്. നേരത്തെ LDF ഭരിച്ച പഞ്ചായത്തിൽ അംഗമായിരുന്ന നുസൈബ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറിയതോടെ അവിശ്വാസ പ്രമേയത്തിലൂടെ UDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിലും അൻവറിന് വ്യക്തമായ സ്വാധീനം ചെലുത്താനും സാധിച്ചിട്ടുണ്ട്. പുഞ്ചക്കൊല്ലി നഗർ, അളക്കൽ നഗർ, നെടുങ്കയം എന്നീ ആദിവാസി മേഖലകൾ വ്യക്തമായ സ്വാധീനം അൻവറിന് ഉണ്ട് എന്നും കാണാൻ സാധിക്കും. അടുത്തത് മൂത്തേടമാണ്. മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ എടക്കര, കരുളായി എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്നുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിന് 15 വാർഡുകളാണ് ഉള്ളത്. കിഴക്ക് കരുളായി പഞ്ചായത്ത്, പടിഞ്ഞാറ് നിലമ്പൂർ, പോത്തുകൽ പഞ്ചായത്തുകൾ, തെക്ക് അമരമ്പലം പഞ്ചായത്ത്, വടക്ക് എടക്കര, വഴിക്കടവ്, കരുളായി പഞ്ചായത്തുകൾ. 2016 തികച്ചും UDF അനുകൂലമായിരുന്നു. ആര്യടൻ ഷൗക്കത്തും PV അൻവർ മത്സരിച്ചപ്പോൾ ഷൗക്കത്ത് ലീഡ് ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശ് ലീഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴത്തെ സാധ്യത UDFന് തന്നെയാണ് എന്ന് പറയാം. എടക്കര മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ ബ്ലോക്കിലാണ് 58.09 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള എടക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 1963 രൂപീകൃതമായ എടക്കര പഞ്ചായത്ത് വനപ്രദേശങ്ങളാൽ സമ്പന്നമാണ്. ഈ ഗ്രാമപഞ്ചായത്തിന് 14 വാർഡുകളാണ് ഉള്ളത്. കിഴക്ക് വഴിക്കടവ്, മൂത്തേടം എന്നീ പഞ്ചായത്തുകൾ. പടിഞ്ഞാറ് ഭാഗത്ത് ചുങ്കത്തറ, പോത്തുകല്ല് പഞ്ചായത്തുകൾ. തെക്ക് മൂത്തേടം, പോത്തുകല്ല് പഞ്ചായത്തുകൾ. വടക്ക് ചുങ്കത്തറ, വഴിക്കടവ് പഞ്ചായത്തുകൾ. കാലങ്ങളായി തന്നെ ആര്യാടൻ മുഹമ്മദിനെ സഹായിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ് എടക്കര ഗ്രാമപഞ്ചായത്ത്. 2011 1000 വോട്ടിലധികം നേടിക്കൊണ്ടാണ് ഭൂരിപക്ഷമുണ്ടായത്.
2016 ആര്യടൻ ഷൗക്കത്തിന് 1000-ലധികം വോട്ടുകൾ നഷ്ടമാവുകയും ചെയ്തു. 2021 തെരഞ്ഞെടുപ്പിൽ വി പ്രകാശിന് തുച്ഛമായ വോട്ടിന് പിന്നിൽ പോയി. ഷൗക്കത്തിന്റെ നീക്കമാണ് വോട്ടിന് ലീഡ് കുറയാൻ കാരണമെന്ന് ഇപ്പോഴും പഞ്ചായത്ത് നിവാസികൾ വിശ്വസിക്കുന്നുണ്ട്. ഷൗക്കത്തിനോട് വിരോധമുള്ളതുകൊണ്ട് തന്നെ PV അൻവർ, M സ്വരാജ് എന്നിവർക്ക് തന്നെയാണ് പഞ്ചായത്തിൽ നിലവിൽ സാധ്യതയുള്ളത്. കരുളായി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ ബ്ലോക്കിലാണ് 131.31 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കരുളായി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗം വനപ്രദേശമായ ഈ ഗ്രാമപഞ്ചായത്തിൽ ജനസാന്ദ്രത വളരെ കുറവാണ്. ഈ ഗ്രാമപഞ്ചായത്തിന് 15 വാർഡുകളാണ് നിലവിലുള്ളത്. കിഴക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് അമരമ്പലം, മൂത്തേടം പഞ്ചായത്തുകൾ, തെക്ക് അമരമ്പലം പഞ്ചായത്ത്, തമിഴ്നാട് എന്നിവ, വടക്ക് മൂത്തേടം പഞ്ചായത്തും എന്നിവ. ഒരു തരത്തിലും പിടിതരാത്ത പഞ്ചായത്താണത്. ആര്യാടൻ മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഷൗക്കത്തിനെ പിന്തുണയ്ക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇടതുമുന്നണിക്കുള്ളിലും വലതുമുന്നണിക്കുള്ളിലും നിരവധി പ്രാദേശിക പ്രശ്നങ്ങളും തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. LDFന് അകത്തെ ആഭ്യന്തര വിഷയമുണ്ട്, UDFനകത്തും ആഭ്യന്തര വിഷയമുണ്ട്. അതേസമയം തന്നെ NDA മുന്നണിക്ക് വലിയ സ്വാധീനവും കുറവാണ്. ആഭ്യന്തര തർക്കങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്തത് മുസ്ലിം ലീഗിനുമാണ്. അതേസമയം ഷൗക്കത്തിനെതിരെയുള്ള വികാരം പ്രതിഫലിച്ചു കഴിഞ്ഞാൽ അത് LDFന് അനുകൂലമാകാനാണ് സാധ്യത. പോത്തുകല്ല് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ ബ്ലോക്കിലാണ് 77 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായത് 2000 ഒക്ടോബർ 1-നാണ്. ഈ ഗ്രാമപഞ്ചായത്തിന് 17 വാർഡുകളാണ് ഉള്ളത്. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് എന്ന ബഹുമതി പോത്തുകല്ല് പഞ്ചായത്തിനാണ്. കിഴക്ക് എടക്കര പഞ്ചായത്താണ്. പടിഞ്ഞാറ് വരുന്നത് കോഴിക്കോട് ജില്ലയാണ്. തെക്ക് ചുങ്കത്തറ പഞ്ചായത്താണ്. വടക്ക് തമിഴ്നാട് സംസ്ഥാനം, വയനാട് ജില്ല. M സ്വരാജിന്റെയും VS ജോയിയുടെയും പഞ്ചായത്താണ്. VS ജോയിയുടെ പേര് ഉയർന്നു വന്നിട്ട് പുറകിൽ പോയതുകൊണ്ട് തന്നെ M സ്വരാജിന് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. PV അൻവർ കോൺഗ്രസിലേക്ക് ചേരാൻ നിന്ന സാഹചര്യത്തിലുണ്ടായ കോൺഗ്രസിലെ മൗനവും VS ജോയിയെ മാറ്റി നിർത്തിയതിനുള്ള അമർഷവും UDFന് പ്രതികൂല ഘടകങ്ങൾ തന്നെയാണ്. അടുത്തത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ്. ഷൗക്കത്തിനോട് വലിയ നീരസമുണ്ട് മുനിസിപ്പാലിറ്റിക്ക്. 2014 3000-ൽ പരം വോട്ടുകൾക്ക് ഷൗക്കത്ത് പിന്നിൽ പോയിരുന്നു. ആര്യാടൻ മുഹമ്മദ് പിന്തുടർന്ന നിലപാടല്ല ഷൗക്കത്തിൻ്റേത് എന്നത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. മാത്രമല്ല, ആര്യാടൻ മുഹമ്മദ് തന്റെ കൂടെ കൊണ്ടു നടന്നിരുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളെ പിന്നീട് ഷൗക്കത്ത് വകവെച്ചിരുന്നില്ല. കൂടാതെ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള നിരവധി തർക്കങ്ങളും നിലമ്പൂരിലെ പ്രധാന ഉത്സവമായിരുന്ന നിലമ്പൂർ പാട്ടുത്സവത്തിന് കച്ചവടക്കാരിൽ നിന്നും നിർബന്ധിത പിരിവ് നടത്തിയത്, അങ്ങനെ തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഷൗക്കത്തിന് നേരെയുള്ളത്. അന്ന് നഗരസഭാ ചെയർമാനായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ നഗരസഭയിൽ ഈ വികാരങ്ങളാണ് വോട്ടാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. പഞ്ചായത്തിലെ കണക്കുകളെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവ എല്ലാത്തിലുമുപരി നിലമ്പൂരിലെ 60ഓളം വരുന്ന ആദിവാസി കുടുംബം സമരരംഗത്താണ്. നിലമ്പൂർ മണ്ഡലത്തിൽ 20,000-ൽ പരം ആദിവാസി വോട്ടുകളുണ്ട്. തങ്ങളിറങ്ങിയാൽ ആദിവാസി വോട്ടുകൾ ആർക്കും ലഭിക്കില്ല. ആരുടെ പെട്ടിയിലും വോട്ടുകൾ വീഴില്ല. സാധ്യമായ വോട്ടുകളെല്ലാം തങ്ങൾ തിരിക്കും എന്ന് 22 ദിവസങ്ങളായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന നിലമ്പൂരിലെ ആദിവാസികളുടെ സമരനായികയായ ബിന്ദു വൈലശ്ശേരി തന്റെ വാക്കുകളാൽ വെല്ലുവിളിക്കുന്നതാണ്. ഈ വാക്കുകൾ എത്ര കണ്ടില്ല എന്ന് നടിച്ചാലും നിലമ്പൂരിന്റെ അസ്തിത്വമായ ആദിവാസി സമൂഹത്തിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ആ വോട്ടുകൾ സമരത്തിന് അധീനപ്പെട്ടു കഴിഞ്ഞാൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകും. അതുകൊണ്ട് നിലമ്പൂരിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയം തിരിഞ്ഞു നോക്കാത്ത, ഒരുപക്ഷെ നേരിൽ കാണാൻ മടിക്കുന്ന ഇക്കൂട്ടർ തന്നെയായിരിക്കും. എന്ന് തന്നെയാണെങ്കിലും നിലമ്പൂരിന്റെ വിധി അറിയാൻ ഏറെ ആകാംക്ഷയോടെയും നെഞ്ചിടിപ്പോടെയും കാത്തിരിക്കുകയാണ് ഏവരും.